മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഓണമാണ്. വയനാട് ദുരന്തത്തിൽ രക്ഷാദൗത്യത്തിൽ പങ്കുചേർന്ന ആംബുലൻസ് ഡ്രൈവർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഈ അബിദാസ് എന്ന സംഘടന ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഓണാഘോഷ പരിപാടിയുടെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. Good morning to all. എല്ലാവർക്കും നമസ്കാരം. Before we begin our function, I introduce myself. I am Srilekha Johnny, your MC for today. Abdias Home Healthcare Companyയുടെ 5ാം വാർഷികവും ഓണാഘോഷവും ഒന്നിച്ചാഘോഷിക്കുന്ന ഈ അവസരത്തിൽ വയനാടിന്റെ ദുരന്തഭൂമിയിൽ രക്ഷകരായി പ്രവർത്തിച്ച ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാംഗങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നാം എല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം നമ്മുടെ ഓണം വളരെ ദുഃഖപൂർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വർഷം ഓണം അബ്ദിയാസ് കുടുംബത്തിനോടൊപ്പം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കും. കാര്യപരിപാടി ആദ്യമായി തന്നെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങളെ മാവേലിയോടൊപ്പം ഈ സദസ്സിലേക്ക് നമുക്ക് വരവേൽക്കാം. അബ്ദിയാസ് ഹോം ഹെൽത്ത് കെയർ കമ്പനിയുടെ 5ാം വാർഷികവും ഓണാഘോഷവും ആലുവ 4 മൈൽ സർവീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വയനാടിന്റെ ദുരന്തഭൂമിയിൽ രക്ഷകരായി പ്രവർത്തിച്ച ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മുഖ്യാതിഥി ആലുവ MLA അൻവർ സാദത്ത് മെമ്മന്റോ നൽകി ആദരിച്ചു. കേരളത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ വലിയ ദുരന്തം, 400-ലധികം മരണങ്ങൾ, 1000-ലേറെ വീടുകളുടെ നാശനഷ്ടം, ഒന്ന് കണ്ണടച്ചു തുറന്നപ്പോഴേക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട അനേകായിരം ആൾക്കാർ. ഈ വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് കരകയറാൻ കേരള ജനതയ്ക്ക് ഇന്നും സാധിച്ചിട്ടില്ല. ഈ ദുരന്ത മേഖലയിൽ ജീവന്റെ തുടിപ്പ് അവസാനിക്കും മുമ്പ് ആശുപത്രിയിൽ എത്തിക്കാനും ഉറ്റവരുടെയും ഉടയവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി രാവും പകലും പ്രയത്നിച്ചവരാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ. അവരാണ് അബിദാസ് ഹോം ഹെൽത്ത് കെയർ കമ്പനിയുടെ 5ാം വാർഷികത്തിലെയും ഓണാഘോഷ പരിപാടികളിലെയും ഹീറോസ്. അവരുടെ സൽക്കർമ്മങ്ങൾക്ക് ഒപ്പം ചേർന്ന് അവരെ അനുമോദിക്കേണ്ടത് സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. അതാണ് ഈ ചടങ്ങിന് മാറ്റുകൂട്ടുന്നത്. അബിദാസ് ഹെൽത്ത് കെയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി എബ്രോഡിന്റെ CEO പ്രകാശ് വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ മഹനീയ ചടങ്ങിൽ അൻവർ സാദത്ത് MLA, IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ്, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ജയേഷ് നായർ, അഡ്വക്കേറ്റ് സാം ഐസക് പുതിയിൽ, AODA സ്റ്റേറ്റ് പ്രസിഡന്റ് അനു സാമുവൽ എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഈ ഒരു ദിനം എന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് നമ്മളെല്ലാവരും കണ്ണീരിലാക്കിയ വലിയ ഒരു ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു മാസക്കാലം കഴിഞ്ഞു. പാവപ്പെട്ടവരുടെ സ്പെഷ്യൽ കെയർ, സാമ്പത്തികമായൊരു കെയർ, അവനൊരു കരുതൽ എന്നെനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു 5 വർഷം ഇത് വേറെ ആക്ഷേപങ്ങളോ പരാതികളോ ഒന്നും ഇല്ലാതെ പോയത്. കാരണം ഞങ്ങളൊരു പക്ഷെ ആക്ഷേപം ഉണ്ടായിരുന്നു കേട്ടത് അല്ലെ, പരാതിയുടെ ഞങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ, പക്ഷെ ഇതുവരെ അങ്ങനെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആവട്ടെ, നല്ല തന്നെ മുന്നോട്ട് പോകുന്നത് 5 വർഷം കഴിയുമ്പോൾ ഞാൻ ആശംസിക്കുകയാണ്. 2018-ലെയും 19-ലെയും വെള്ളപ്പൊക്കത്തിലൊക്കെ അവരും കയ്യും മെയ്യും അല്ലെങ്കിൽ രാവും പകലും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്കാം. അങ്ങനെ പ്രവർത്തിച്ചവരാണ്. ഒരുപക്ഷെ അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ പലപ്പോഴും ഈ പ്രവർത്തിക്കുന്നതൊക്കെ വെച്ചടിച്ചു പോയല്ലേ. ഈ വെച്ചടിച്ചു പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം ഒരു മഹത്തായ ഉത്സവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഓണം വളരെ ദുഃഖപൂർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വയനാട്ടിലെ
ദുരന്തഭൂമിയിൽ മെയ്മറന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തിയവരെ കൂടി ചേർത്ത് പിടിച്ച് മാതൃകാപരമായ ഓണം ഒത്തുചേരലും ആബിഡാസിന്റെ വാർഷിക ആഘോഷവും ശ്രദ്ധേയമായി. Bye.